ഹലോ. ഹാരി, ഇത് ഞാനാ. ഞാൻ വിചാരിച്ച പോലെ തന്നെ ക്യാപ്പച്ചീനോൻ്റെ വെയർ ഹൗസിൽ ഷൂട്ടൗട്ട് നടത്തി കില്ലർ പോയി. ഞാനിവിടെ വന്നപ്പോൾ അവനെ കണ്ടു. എന്നിട്ടെന്ത് സംഭവിച്ചേ? എന്താകാനാ, ഞാൻ ഉദ്ദേശിച്ച പോലെ നടന്നില്ല. ഞാൻ വേറൊരു കാര്യം പറയട്ടെ. എനിക്ക് ഈ വെയർ ഹൗസിൻ്റെ മുമ്പത്ത് നിന്ന് ഒരു ലെറ്റർ കിട്ടി. ആ ലെറ്ററിൽ എഴുതിയിരിക്കുന്നത് ഷാഡോ ബീൻ യു ആർ ടു ലൈറ്റ് എന്നാണ്. ഇതിന്ന് എന്താന്ന് എനിക്ക് മനസ്സിലായത്. ഹാരി, ഞാൻ പറയണ കേൾക്കുന്നുണ്ടോ? എനിക്കറിയില്ലായിരുന്നു അവന്മാരിപ്പോഴും ഉണ്ടെന്ന്. ആര്? ഷാഡോ ബീൻസ്. ഹാരി, നീ എന്താ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഹൈലി ട്രെയിൻ ചെയ്ത ആൾക്കാരാണ് ഷാഡോ ബീൻ. അവരാണ് ഷാഡോ ഏജൻസിയിലുള്ളത്. ഷാഡോ ഏജൻസി ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടാണോ പ്രവർത്തിക്കുന്നത്? ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ആദ്യം അവർ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അവർ പ്രൈവറ്റ് ഏജൻസിയാണ്. ഗവൺമെൻറ് ഇങ്ങനെ ഒരു ഏജൻസിനെ കൊണ്ടുവരാൻ തന്നെ കാരണം ക്രിമിനൽസിനെയും ഗാങ്സ്റ്ററിനെയും എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. പക്ഷെ പെട്ടെന്നൊരു ദിവസം ഇല്ലീഗലായിട്ട് എന്തോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് ഗവൺമെൻറ്റിന് മനസ്സിലായി. അതോടെ ഷാഡോ ഏജൻസിനെ ഗവൺമെൻറ് പൂട്ടിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം അവൻ്റെ ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. അടിപൊളി. പക്ഷെ ബീൻ ടൗണിൽ എന്തിനാ വന്ന്? വെയർ ഹൗസിൽ ഷൂട്ടൗട്ട് എന്തിനാ നടത്തിയേ? പിന്നെ ക്യാപ്പച്ചിനെ കൊന്നിട്ട് അവർക്കെന്ത് കിട്ടാനാ? എനിക്കറിയില്ല. ഷാഡോ ഏജൻസിനെ ഗവൺമെൻറ് ഉപയോഗിക്കുന്നത് നിർത്തിയെന്നാണ് എനിക്ക് കിട്ടിയ വിവരം. അപ്പോൾ വീണ്ടും അവർ വന്നിട്ടുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഉദ്ദേശമായിട്ടായിരിക്കും വന്നിരിക്കുന്നത്. എന്തായാലും നീ ഒന്ന് സൂക്ഷിച്ചു. അപ്പം കില്ലർ ബീൻ ഒരു ഷാഡോ ബീനാണല്ലേ? എല്ലാം പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അവൻ ഷാഡോ ബീൻ തന്നെയാണ്. അപ്പം എനിക്ക് അവനെ തടയാൻ പറ്റില്ല എന്നാണോ നീ പറഞ്ഞു വരുന്നത്? അതെ, ശരിയാണ്. എനിക്ക് ഒറ്റയ്ക്ക് അവനെ തടഞ്ഞു നിർത്താൻ പറ്റില്ല. നിന്റെ കോപ്സിനെല്ലാം ഡബിൾ ഡ്യൂട്ടി കൊടുത്ത് നിർത്തുക. ചിലപ്പോൾ പ്രയോഗം മനസ്സിലായി. ഇത് തന്നെയാണല്ലോ സ്ഥലം. ഇന്നത്തോടെയെങ്കിലും പണി തീർക്കണം. എൻ്റെ പൊന്നളിയാ, എനിക്ക് ഈ ജോലി മടുത്തു. നമ്മളാകെ ചെയ്യണത് ഇവിടെ ഇരുന്ന് വെള്ളം അടിക്കൽ തന്നെ, വേറെ ഒരു പണിയുമില്ല. അതൊക്കെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടിട്ട് പാടാ പന്തി. നമ്മളിവിടെ വെള്ളം അടിക്കാനല്ലേ വന്നത്? വാഗൻ പറഞ്ഞത് കേട്ടില്ലേ? നമ്മളിവിടെ സെക്യൂരിറ്റി നിൽക്കാനാണ് വന്നത്, വേറൊരു പണിയുമില്ല. നമ്മൾ എന്തിനാ സെക്യൂരിറ്റിക്ക് നിൽക്കുന്നത്? അതെനിക്ക് അറിയില്ല കേട്ടോ. എടാ പന്നി, അടുത്ത കുപ്പി പൊട്ടിക്കടാ. എന്നാ അത് എൻ്റെ കുടിച്ചോ. എനിക്ക് കുടിക്കാൻ പറ്റത്തില്ല, കാരണം എനിക്ക് ജലദോഷമാണ്. ഉണ്ട്. എടാ ഇതിൽ തുമ്മി വെച്ചില്ലടാ പാട്ടി. ഞാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞു. ഇന്നലെ രാത്രി സംഭവിച്ചതറിഞ്ഞാ നീ? ക്യാപ്പച്ചീനിന്റെ വെയർ ഹൗസിൽ ആരോ ഇന്നലെ ഇടിച്ചു കയറി അവിടെയുള്ള എല്ലാവരെയും കൊന്നു. ക്യാപ്പച്ചീനിന്റെ ചേച്ചിന്റെ മോനെ അടക്കം. എൻ്റെ ദൈവമേ, ഇത്രയും പേരിനെ ഒരുമിച്ച് കൊല്ലാൻ അവർ ആരടാപ്പാ? അവൻ ഇങ്ങോട്ട് വല്ലതും കയറി വരുമോ? അങ്ങനെ വല്ലതും കയറി വന്നാൽ നമ്മളെന്താ ഇവിടെ മാങ്ങ പറിക്കാൻ നിൽക്കുകയാണോ? ഇതൊക്കെ പിന്നെ എന്തിന് കൈ പിടിച്ച് നിൽക്കുക നമ്മള്? നമ്മൾ ഇത്രയും ആളുണ്ട്, അവന് ഒറ്റ ആളേ ഉള്ളൂ അല്ലടാ കുട്ട. ഗണ്ണിനെ പറ്റി പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർമ്മ വന്നത്. ഈ കൺട്രിക്ക് വേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഒരു ഗൺ കൺട്രോളാണ്. അതുകൊണ്ട് എല്ലാവരുടെയും ഗണ്ണ് പിടുങ്ങി വാങ്ങി അതിനെയൊക്കെ നശിപ്പിക്കണം, ഒക്കെ നശിപ്പിക്കണം. ഒന്നും ഉണ്ടാകാൻ പാടില്ല. പക്ഷെ ഞാൻ എൻ്റെ കണ്ണ് ഇല്ലാട്ടാ. എൻ്റെ ദൈവമേ, ലാൻഡിങ് അത്ര ശരിയായില്ല. ഡെയിൻ, നീ തെറ്റായ സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇത് സംസാരിച്ച് തീർത്തൂടെ? എനിക്ക് താല്പര്യമില്ല. അവരവിടെ ഉണ്ടോ? പിടിക്കോണോ? ഷൂട്ട് ചെയ്തോണ്ടിരിക്കാം.
വേഗം വിളി. ഹലോ. ഹേയ്, വെയർ ഹൗസിൽ അറ്റാക്ക് നടന്നു. എനിക്ക് തോന്നുന്നു അത് കില്ലർ ബീനാണെന്ന്. നിനക്കെങ്ങനെ അറിയാം? അത് പിന്നെ അതെല്ലാം കൊന്നുകൊണ്ടിരിക്കണം. ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് ആളെ അയക്കാം, നീ പേടിക്കണ്ട. ഇവന്മാര് തന്നെ എത്ര ബുള്ളറ്റ് വെക്കണം. പേടി വെച്ചോണ്ടിരിക്കും. നിന്റെ അടുത്ത് ആരും നിർത്താൻ പറഞ്ഞ ദൈവമേ. കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. ബ്രേക്ക് ഇത്രയും വലിയ ഞങ്ങൾ ശരിയായ സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത്. ഇത്രയും ബെൻസിന് നീ ഒറ്റയടിക്ക് കൊന്നു അല്ലേ? ഇവന്മാരിനെ പോലെ മണ്ടന്മാരല്ല ഞങ്ങള്. എന്റെ സ്ക്വാഡ് എന്ന് പറയുന്നത് ഹൈ പ്രൊഫഷണൽ ടീംസ് ആണ്. 10 വർഷം മുമ്പാണ് ഗ്രാജുവേറ്റ് ആയത് ഇവരെല്ലാവരും. ഞാനാണ് സെലക്ട് ചെയ്തത്. ഹൈ ഗ്രാജുവേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ടോപ്പ് ഡീൻസ് ആണ്. ഞങ്ങൾ എന്തൊരു വർക്കിന് പോയാലും അതിന്റെ അവസാനം കണ്ടിട്ടേ അവിടെ നിന്ന് ഇറങ്ങാറുള്ളൂ. എന്തായാലും ഇവിടുത്തെ ബീൻസ് എല്ലാം മരിച്ചു പോയല്ലോ അല്ലേ? എന്തായാലും അതിന്റെ കൂട്ടത്തിൽ നീ ഇപ്പൊ മരിക്കാൻ പോകണം, അത് വേറെ കാര്യം. നീ വിചാരിക്കും ഞങ്ങൾ ഹൈജാക്കിന് മാത്രമേ കൊള്ളത്തുള്ളൂന്ന്. അത് നിന്റെ തെറ്റിദ്ധാരണയാണ്, മനസ്സിലായോ? ഞങ്ങൾ എന്തൊരു വർക്കിന് പോയാലും അവിടെയുള്ള എല്ലാവരും മരിച്ചു എന്ന് ഉറപ്പ് വരുത്തിയിട്ടേ ഞങ്ങൾ ഇവിടെ നിന്ന് വരാറുള്ളൂ. അതുപോലെ തന്നെ ഒരാളും മതി, ഇതിൽ നിന്ന് ഒരാളും മതി നിന്നെ ഇപ്പൊ കൊല്ലാൻ. പക്ഷെ ഞങ്ങളുടെ കഥയെല്ലാം കേട്ടിട്ടില്ലേ? നീ ചാവാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എല്ലാ കഥയും നിന്റെ അടുത്ത് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ നിനക്ക് അവസാനം എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു. നീ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. അയ്യോ, എന്നോട് ക്ഷമിക്കണം കേട്ടോ. നിങ്ങൾ ഇത്ര നേരം പറഞ്ഞൊന്നും ഞാൻ കേട്ടില്ല കേട്ടോ. ഞാൻ പെട്ടെന്ന് ഉറങ്ങിപ്പോയി. ഉറങ്ങിയ പോലെ ഇപ്പോൾ എൻ്റെ കണ്ണി കൂടെ ഒക്കെ വെള്ളം തരാൻ തുടങ്ങി. ഇനി ഞാൻ ഒരു കാര്യം അങ്ങോട്ട് പറയാം. ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. ഇന്നെങ്കിലും എനിക്ക് ഉറങ്ങാൻ പറ്റണം.
മൂന്നാമത്തെ ബുള്ളറ്റ് കേസ് നമുക്ക് മാറ്റണം. ഇതിലൊന്നും ഇതുണ്ടല്ലേ? ആദ്യടാ കുറെ നേരം തുടങ്ങിയിട്ട്